ടി.ജി. മോഹൻദാസ് കേരള പോലീസ് ഒത്തു കളിച്ചോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഒത്തു കളിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഒത്തു കളിച്ചോ എന്ന് ക്വസ്റ്റ്യൻ ഇട്ടിട്ടേ ഉള്ളൂ. കാരണം ഇനി ഈ പോലീസുകാരെ കാണാനുള്ളതാണ് എന്നുള്ളതുകൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിലെ ഓരോരുത്തർക്കും ആ കോടതി വിധിയുടെ വിശദാംശങ്ങൾ സഹായിക്കും. ആദ്യത്തെ ഒത്തുകളി എന്താണെന്ന് അറിയാമോ? 16 വേറെ പരാതികൾ മാറ്റി ഒരു SDPI നേതാവിന്റെ പരാതിയിലാണ് മോഹൻദാസിനെതിരെ കേസെടുത്തത്. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം നാമധാരിയുടെ പേരിൽ തന്നെ അങ്ങനെ ഹിന്ദുത്വ നേതാവിനെതിരെ കേസെടുക്കണം. എന്നും RSSകാർക്ക് താല്പര്യമുള്ളതും SDPIക്കാർക്ക് താല്പര്യമുള്ളതും സംഘി വേഴ്സസ് സുഡാപ്പി എന്ന യുദ്ധമാണ്. അങ്ങനെ വരുമ്പോൾ ഇരു കൂട്ടർക്കും ഗുണമാണ്. സംഘികൾക്കും ഗുണമാണ്, സുഡാപ്പികൾക്കും ഗുണമാണ്. കാര്യം ഒരു വശത്ത് സംഘികൾ തങ്ങളാണ് ഹിന്ദുക്കളെ രക്ഷിക്കുന്നതെന്ന് നിലവിളിക്കാനും, മറുവശത്ത് സുഡാപ്പികൾക്ക് തങ്ങളാണ് മുസ്ലിങ്ങളെ രക്ഷിക്കുന്നതെന്ന് നിലവിളിക്കാനുമുള്ള അവസരം കിട്ടും. സംഘി വേഴ്സസ് സുഡാപ്പി എന്നുള്ളത് സംഘികൾക്കും സുഡാപ്പികൾക്കും ഗുണം ചെയ്യുന്ന കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അത് അവർക്ക് മാത്രമേ ചേരൂ, ബാക്കി എല്ലാവർക്കും അതുകൊണ്ട് നഷ്ടമേ ഉള്ളൂ. ഹിന്ദു മുസ്ലിം ഐക്യം പറയുന്നതിനെ സംഘി വേഴ്സസ് സുഡാപ്പി വെച്ച് അതിജീവിക്കാനാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് ഇരു കൂട്ടർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊലപാതകങ്ങൾ സന്തോഷം നൽകുന്നത്. കാര്യം അവരവരുടെ ബേസിനെ ഉത്തേജിപ്പിക്കാൻ അത് ഗുണം ചെയ്യും. കണ്ടോ, നമ്മൾ സംഘികൾ, അവർ സുഡാപ്പികൾ, നമ്മൾ തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണെന്ന് പറയുന്ന കള്ളത്തരം ഉണ്ടാക്കാൻ രണ്ടുപേർക്കും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു നാടകമാണത്. 16 ബാക്കിയുള്ളവരുടെ പരാതികൾ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ അടക്കം വനിതകളുടെ അടക്കം പരാതി. അവരുടെ പരാതിയിലൊന്നും പോലീസ് കേസെടുത്തില്ല. AYFF കൊടുത്തു, ജിസ്മോൻ കൊടുത്തു, DYFIക്കാർ കൊടുത്തു. ഞാൻ പരാതി വെച്ചു, ഒരുപാട് പേരുടെ പരാതിയുണ്ട്, അതിലൊന്നും എടുത്തില്ല. പകരം ഒരു മുസ്ലിം നാമധാരിയുടെ, അതും SDPI നേതാവിന്റെ പരാതിയിൽ തന്നെ പോലീസ് കേസെടുത്തു. എന്തിനാ? മോഹൻദാസിനെ സഹായിക്കാൻ. അതായത് മോഹൻദാസിനും അപ്പുറത്ത് സുഡാപ്പികൾക്കും രണ്ടുപേർക്കും ഒരേപോലെ ഗുണം ചെയ്യാൻ. അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ തൽക്കാലം നമുക്ക് ഇഷ്ടപ്പെട്ട ചില ആൾക്കാരുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ 16 പരാതികൾ മാറ്റി SDPIയുടെ പരാതി എടുത്തു. ഈ അറസ്റ്റ് നാടകത്തിൽ കോടതിയിൽ രൂക്ഷമായ വിമർശനങ്ങളും വന്നു. കോടതി പറഞ്ഞ പല വിമർശനങ്ങളും വളരെ പ്രസക്തമാണ്. ഒന്ന്, നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്തു, അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പക്ഷേ പോലീസുകാർ യഥാർത്ഥത്തിൽ അർജുൻ ആയങ്കിയുടെ അറസ്റ്റും ഇതും കൂടെ അങ്ങ് ബാലൻസ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഒന്ന്, ചോദ്യം ചെയ്യാൻ 10-11 ദിവസമായിട്ട് മോഹൻദാസ്ജിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല, വിളിച്ച് ചോദിച്ചിട്ട് പോലുമില്ല, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ പോലീസുകാർക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്നുണ്ടെങ്കിൽ 10-14 ദിവസം ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് യഥാർത്ഥത്തിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയാണ്. പോലീസുകാർക്ക് എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് മനഃപൂർവ്വം അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോവാം. അത് നമ്മുടെ നാടിന്റെ ഒരു ശാപമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പോലീസ് അതിശക്തമായി കോടതി വാദിച്ചാൽ കോടതിയും ജാമ്യം തരാൻ പോണില്ല. കോടതിയും അടുത്ത ആഴ്ച ഇരിക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇരിക്കട്ടെ എന്ന് പറയും. ഈ കള്ളത്തരം നമ്മുടെ നാട്ടിൽ പല നാളായിട്ട് നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ പ്രസക്തമായ പല വീഡിയോകളും വാർത്തകളും ഉണ്ട്. അതിലെ 1-2 പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അതായത് മനഃപൂർവ്വം വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. നോട്ടീസ് കൊടുക്കാതെ ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുക, നിലവിലിരിക്കുന്ന സുപ്രീം കോടതി ഉത്തരവിനത് വിരുദ്ധമാണ് എന്നുള്ളത് ഏതൊരു പ്രാഥമിക നിയമബോധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന് പോലും അറിയാമെന്നിരിക്കെ നോട്ടീസ് ഈ ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഒരു SDPI നേതാവിന്റെ പരാതിയിൽ ഈ കേസിൽ നേരിട്ട് അഫക്റ്റ് ആയിരിക്കുന്ന, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയാൻ അർഹതയുള്ള സ്ത്രീകളായിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ നിലവിലിരിക്കെ, അവരുടെ പരാതികൾ നിലവിലിരിക്കെ, ആ പരാതികൾ പരിഗണിക്കാതെ ഒരു SDPI നേതാവിന്റെ പരാതി പരിഗണിച്ചു രാഷ്ട്രീയ പ്രേരിതമായ കേസിന്റെ പ്രതിഭാഗത്തിന് വാദിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത് ഈ കേസിൽ, അതാണ് അതിലെ ഒരു ആംഗിൾ. അത് സത്യവുമാണ്. സത്യം ആര് പറഞ്ഞാലും അംഗീകരിക്കണം. അരുൺകുമാർ എന്നെ വിമർശിച്ച് ന്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അരുൺകുമാറിനെ കടന്നാക്രമിച്ച് വീഡിയോ ആയിട്ടുള്ള ആളാണ്. എന്നാൽ പുള്ളിക്കെതിരെ വ്യാജ ബോക്സ് ഒന്നും പുള്ളിയെ അനുകൂലിച്ച് വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഞാൻ. സത്യം ആര് പറഞ്ഞാലും അംഗീകരിക്കണം. അതിന് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ മുസ്ലിം ലീഗ് എന്നോ CPM എന്നോ CPI എന്നോ നിരീശ്വരവാദി എന്നോ ഈശ്വരവിശ്വാസി എന്നോ ഒന്നുമില്ല. ഇത് യഥാർത്ഥത്തിൽ മനഃപൂർവ്വം, അതായത് ബോധപൂർവം മോഹൻദാസ്ജിക്ക് അനുകൂലമായി കാര്യങ്ങൾ വരാൻ വേണ്ടി പോലീസ് ചെയ്ത നോട്ടീസ് നൽകാതെ ഇനി നമ്മുടെ അഭിഭാഷകൻ ശാസ്തമംഗലം മജിദ് നൽകാതെ അറസ്റ്റ് ചെയ്ത സുനിതാജിയുടെ അഭിഭാഷകൻ ശാസ്തമംഗലം മജിദ് ഇന്നലെ കോടതിയിൽ പറഞ്ഞത്. പ്രഗത്ഭനായ അഭിഭാഷകൻ. കൂടാതെ വക്കീല് പറയുന്ന വിവാദ വീഡിയോ നീക്കം ചെയ്യാൻ വേണ്ടി പോലീസ് ആവശ്യപ്പെട്ടിരുന്നേ ഇല്ല എന്നാ. പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് ഞങ്ങളത് അപ്പം തന്നെ നീക്കം ചെയ്യാൻ തയ്യാർ. ഇതും വളരെ പ്രധാനമാണ്. അതായത് ആ വിവാദ വീഡിയോ, 2 വീഡിയോ ഉണ്ട്. ഒരു വീഡിയോ നീക്കം ചെയ്തു എന്ന് ചില വാർത്തകളിൽ കാണുന്നുണ്ട്. എന്നാൽ മറ്റൊരു വീഡിയോ, അതായത് കുട്ടികളെ അങ്ങനെ കൊല്ലുമായിരുന്നു എന്ന് പറയുന്ന വീഡിയോ, അത് നീക്കം ചെയ്യാൻ
പോലീസ് പറഞ്ഞിട്ടില്ല. കാര്യം പോലീസുകാർക്ക് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. യഥാർത്ഥത്തിൽ അർജുൻ ആയങ്കിയുടെ കാര്യത്തിലടക്കം ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. പോണ വഴിക്ക് ഇതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് ഏറ്റവും ദുർബലമായ വകുപ്പുകൾ ചുമത്തി മോഹൻദാസ് ജിക്ക് രക്ഷപ്പെടാൻ. മോഹൻദാസ് ജി എല്ലാ കാലത്തും ജയിലിലിടണമെന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഒരു ജസ്റ്റിസ് ഉണ്ടാകണം, ഒരു സിംബോളിക് ആയിട്ടെങ്കിലും ജസ്റ്റിസ് ഉണ്ടാകണം. ഇത് യഥാർത്ഥത്തിൽ TG മോഹൻദാസിന് ഗുണം ചെയ്യാൻ വേണ്ടി കേരള പോലീസ് ചെയ്തു കൊടുത്തതാണ്. ഇങ്ങനെ ഊരിയെടുത്തതാണ് എന്ന വിമർശനം കോൺഗ്രസ്സുകാർ ഉന്നയിക്കണം. അതായത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാര്, പൊതുസമൂഹം, നിഷ്പക്ഷ സമൂഹം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കണം. മറ്റൊരാളിലേക്ക് അത് പോകാൻ നമ്മൾ തന്നെ വിമർശിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇനി അടുത്തത്, സുനിതാജിയെ പോലെ വളരെ പ്രമുഖയായ ഒരു വ്യക്തി കറക്റ്റായിട്ട് അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് എന്റെ അടുത്ത സംശയം വരുന്നത്. TG മോഹൻദാസിനെതിരെ നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയിരുന്നു. എന്നാൽ താരതമ്യേന കുറഞ്ഞ കുറ്റങ്ങൾ ചുമത്താൻ പറ്റുന്ന പരാതിയിലാണ് ഈ കേസ് എടുത്തതെന്നും അതുവഴിയാണ് മോഹൻദാസ് രക്ഷപ്പെട്ടതെന്നും ഫേസ്ബുക്കിൽ ഒരു പരക്കെ ആക്ഷേപമുണ്ട്, ആരോപണമുണ്ട്. ജാമ്യം നൽകാൻ കോടതി പറഞ്ഞ കാരണം 71 വയസ്സ്, സ്ട്രോക്ക് വന്നിട്ടുള്ള ആളാണ്, സോറിയേഴ്സ്. ഈ പ്രായമായ മനുഷ്യനെ എല്ലാ കാലവും ഓർത്തിട്ടൊന്നും അല്ല ആഗ്രഹം. പക്ഷേ മനഃപൂർവ്വം മനുഷ്യന് പക്വതയും കാണുന്നവരെ ഒഴിവ് കടിക്കുക, എന്നിട്ട് എനിക്ക് പ്രായമായി ഒത്തു കളിച്ചു എന്നുള്ളതാണ്. അതായത് ഈ പരാതി, ഇത് ഈ നാട്ടിൽ നടക്കുന്ന പലപ്പോഴുമുള്ള ഒരു ഒത്തുകളിയാണ്. ഇത് കേൾക്കുന്ന സാധാരണ ഹിന്ദുക്കളും മനസ്സിലാക്കേണ്ട കാര്യം, തീവ്ര സംഘികളും തീവ്ര സുഡാപ്പികളും അവർ എന്നും പരസ്പരം പോരടിച്ചാൽ അവർക്ക് ലാഭമേ ഉള്ളൂ. തീവ്ര സംഘികളും തീവ്ര സുഡാപ്പികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്യുന്നവരാണ്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമേ ഉള്ളൂ. അവർ പോരടിക്കുകയാണെങ്കിൽ തീവ്ര സംഘികൾക്ക് വന്ന് ഞങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി പോരാടുകയാണ് എന്ന് കള്ളം പറയാനും, തീവ്ര സുഡാപ്പികൾക്ക് ഞങ്ങൾ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പോരാടുകയാണ് എന്ന് പറയാനുമുള്ള ഏറ്റവും നല്ല വഴിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ലാഭം ഉണ്ടാക്കുന്ന കളിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. ആ സംഭവിച്ചതിന് എന്റെ അനാലിസിസ് കൂടെ പറയാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് പോലീസ് വളരെ വിദഗ്ധമായി, സംശയമാണ്, എന്റെ അഭിപ്രായമല്ല, സംശയമായിട്ട് എടുത്താൽ മതി. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു എന്ന് ഞാൻ സംശയിക്കുന്നത് പോലീസും TG മോഹൻദാസും ഒത്തുകളിച്ചോ എന്ന സംശയമാണ്. ആ സംശയത്തിന്റെ അടിസ്ഥാനം നമ്മുടെ CI ജോർജ്, ഇത് ഒറിജിനൽ പോലീസുകാരാണ്, അതുകൊണ്ടാണ് അവരുടെ കണ്ണ് മറച്ചിരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ CI ജോർജ് ആയിരുന്നു, കാര്യം പറയാമല്ലോ. CI ജോർജും നമ്മുടെ TG മോഹൻദാസും അല്ലെങ്കിൽ നമ്മുടെ സംഘി എക്കോസിസ്റ്റവും കൂടെ ചേർന്ന് ഇഫക്റ്റീവ്ലി ഒത്തുകളിച്ചതാണ്. ഇതിന്റെ പിന്നിൽ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഒത്തുകളിച്ചതാണ്. ആ ഒത്തുകളിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് വേറെ 16 പരാതികൾ ഉണ്ടായിരുന്നു. അത് മാറ്റി മനഃപൂർവ്വം ഒരു മുസ്ലിം നാമധാരിയുടെ പേര് കിടക്കട്ടെ എന്ന് പറഞ്ഞ ഒരു SDPI നേതാവിന്റെ പരാതിയിൽ കേസെടുത്തു. എന്നിട്ട് ഏറ്റവും ദുർബലമായ വകുപ്പുകൾ ചുമത്തി ഏറ്റവും ഈസിയായ രീതിയിൽ TG മോഹൻദാസിന് രക്ഷപ്പെടാനുള്ള അവസരം എടുത്തു. ഇത് ഒരു ഒത്തുകളിയാണോ എന്ന സംശയം പലർക്കും ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഈ പോലീസുകാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ മെഷേർഡ് ആയിട്ടേ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് CI ജോർജും TG മോഹൻദാസും ഒത്തുകളിച്ചതാണോ എന്നൊരു സംശയം പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ് തീരുമാനം, അല്ലെങ്കിൽ കാഴ്ചപ്പാട് നിങ്ങൾക്കെടുക്കാം. എന്റേതായ അഭിപ്രായം, ഞാനൊരു സംശയം വെക്കുകയാണ്, ഒത്തുകളിച്ചോ ഇല്ലയോ? നിങ്ങൾക്ക് അഭിപ്രായം പറയാം.